ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഫിസിക്സിലെ SLC എക്സാമിനേഷൻ 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നമ്മുടെ റിഫ്ലക്ഷൻ മിററിന്റെ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് വരുന്നത്. 5 മാർക്ക് ചോദ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് പോകും. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് 5 മാർക്കിന് എഴുതരാൻ സഹായിക്കും. In mirrors, which point is considered as origin while measuring the distances according to the new Cartesian sign convention? ഒരു മിററിൽ ഏത് പോയിന്റ് ആണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം ഒറിജിൻ ആയിട്ട് എടുക്കുന്ന പോയിന്റ് ഏതാണ്? എന്റെ ആൻസർ പോൾ എന്നുള്ളതാണ്. മിററിൽ പോള് തൊട്ടാണ് എല്ലാ ഡിസ്റ്റൻസും യും യു ഒക്കെ എടുക്കുന്നത്. ഓക്കെ, ഒരു മാർക്കാണ് അങ്ങനെ കിട്ടുന്നത്. ഈ രണ്ടാമത്തെ ചോദ്യം, an object of height 6 cm is placed 10 cm in front of a concave mirror. A real inverted image of height 3 cm is formed. Find the magnification of the image. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് 6 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് 10 സെന്റിമീറ്റർ അകലെ ഒരു കോൺകേവ് മിററിൽ ഒരു പോയിന്റ് വെച്ചു. അങ്ങനെ വെച്ചപ്പോൾ മിററിൽ എന്ത് ചെയ്തു? റിയൽ ആയിട്ടുള്ളതും ഇൻവെർട്ടഡ് ആയിട്ടുള്ളതും തലതിരിഞ്ഞതുമായിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്തു. അതിന്റെ ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് മാഗ്നിഫിക്കേഷന് 2 ഇക്വേഷൻ ആണ്. ഒന്ന് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, പിന്നെ m=-v/u. v എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് മിറർ, u എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് മിറർ. ഇവിടെ നമുക്ക് ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. നോക്കൂ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 6 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ ഇമേജിന്റെ ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ hi/ho. അപ്പൊ അവിടെ ഇമേജ് ഇൻവെർട്ടഡ് ആയതുകൊണ്ട് അവിടെ നമുക്ക് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം -3 മൈനസ് വരും. അപ്പൊ അത് -3 വരും. ho ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ -3/6. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? -1/2, ദാറ്റ് ഈസ് -0.5. -0.5 ആണ് ആൻസർ. ഒരു മാർക്കാണ് അതിന് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ മിറർ. നമ്മൾ ചോദിക്കുകയാണ് ഇനി കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ്. v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇത് ഒരു ആപ്ലിക്കേഷൻ ഓഫ് ക്വസ്റ്റൻ ആണ്. മാഗ്നിഫിക്കേഷൻ കിട്ടി. m= ഞാൻ നേരത്തെ പറഞ്ഞു -v/u എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ആ m=-v/u കൊടുക്കുക. മാഗ്നിഫിക്കേഷൻ -0.5 ആണ്. v എന്താ നമുക്കറിയില്ല. u എന്ന് പറയുന്നത് ഇവിടെ -10 ആണ്. അപ്പൊ u 10 ആയിട്ട് എടുത്തത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരമാണ്. u 10 ആയിട്ട് എടുത്തത്. അപ്പൊ -0.5 -v/-10. ഓക്കെ, അപ്പോ മൈനസ് ഇൻറ്റു മൈനസ്. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് ഇവിടെ വരുന്നത് -5 വരും. അപ്പൊ -0.5 × 10. ഓക്കെ, -10 × -0.5 + 5 വരും. 5 = -v=-5 സെന്റിമീറ്റർ വരും. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒബ്സർവ് ദ ഡയഗ്രാം, റീഡ്രോ ദ റേ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ടു ഷോ ദ ഇമേജ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ദിസ് റെൻസ് ഓഫ് സൈനിങ് ഔട്ട്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം, റീഡ്രോ ദ റേ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ടു ഷോ ദ ഇമേജ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡയഗ്രാം. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ് OB, ഇത് ഇതിന്റെ C, ഇത് F, ഇത് P പോള്. അപ്പൊ ഇവിടുന്ന് ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇമേജ് വരയ്ക്കണം. അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ ഇതിവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഒബ്ജക്റ്റ് OB വെച്ചു, അത് സിയുടെ അപ്പുറത്താണ്. ഇവിടെ നിന്ന് നേരെ വരയ്ക്കുന്ന ലൈൻ ഇവിടെ വന്നിട്ട് റിഫ്ലക്ട് ചെയ്ത് ഫോക്കസിൽ കൂടെ പോകും. ഈ സെൻട്രി എന്താ പറയാ, നമുക്ക് ഇതിലൂടെ ഇവിടുന്ന് പോകുന്നത് ഇങ്ങനെ വന്ന് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്. ഇൻവെർട്ടർ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും വരിക. ഓക്കെ, ഇതാണ് IM. ഇത് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ദിസ് റൺസ് സൈനിങ് ഔട്ട്.